രഹസ്യയോഗം ചേർന്നതിന് ശേഷം മുഷാവറ യോഗത്തിനെത്തിയ ഉമർ ഫൈസി മുഖത്തെ സംസ്ഥയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം. അടുത്ത മുഷാവറ യോഗത്തിൽ ആവശ്യമുന്നയിക്കാൻ ലീഗ് അനുകൂല വിഭാഗം കഴിഞ്ഞ 6-ാം തീയതി കോഴിക്കോട് നടന്ന മുഷാവറ യോഗത്തിന് മുന്നോടിയായാണ് ഉമർ ഫൈസി മുഖത്തിന്റെ നേതൃത്വത്തിൽ രഹസ്യയോഗം ചേർന്നത്. ഗോകുൽ കെ വേണുഗോപാൽ ചേർന്നുണ്ട്. ഗോകുൽ, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ഈ സമസ്തയിലെ വിഭാഗീയ പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയും അത് പരിഹരിക്കാൻ വേണ്ടി ചില സമിതികളെയൊക്കെ രൂപീകരിക്കുകയും സമസ്തയിലെയും മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ചേർന്ന് നടത്തുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ രഹസ്യയോഗങ്ങൾ ചേരുകയും അജണ്ടകൾ നിശ്ചയിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയ്ക്കുള്ളിലെ ഒരു വിഭാഗം രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരെ ഉമർ ഫൈസി മുഖമൊക്കെ രംഗത്തെത്തിയത് വലിയ വിഭാഗീയ പ്രവർത്തനങ്ങൾക്കും സമസ്തയ്ക്കുള്ളിലെ ഭിന്നതയ്ക്കുമൊക്കെ കാരണമായിരുന്നു. സാദിഖ് അലി തങ്ങൾക്ക് ഘാസിയാവാൻ എന്ത് യോഗ്യതയാണ് എന്ന തരത്തിലുള്ള ഉമർ ഫൈസി മുഖത്തിന്റെ പരാമർശമാണ് സമസ്തയിലെ ലീഗ് അനുകൂലികളെ ചൊടിപ്പിച്ചത്. അതിനോടനുബന്ധിച്ച് പല പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും തുടർന്ന് വരികയും ഉണ്ടായിരുന്നു. സാദിഖ് അലി തങ്ങൾ ക്രിസ്മസിന് കേക്ക് മുറിച്ചതൊക്കെ വലിയ വിവാദമായി. CIC ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി അതിർശ്ശേരിയെ സമസ്തയുടെ താല്പര്യപ്രകാരം ആദ്യം പുറത്താക്കിയിരുന്നു. പിന്നീട് സമസ്തയുടെ വിലക്കുകൾ ലംഘിച്ചുകൊണ്ട് CICയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഹക്കീം ഫൈസി അതിർശ്ശേരിയെ തിരിച്ചെടുത്തതൊക്കെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായിരുന്നു. അതിന്റെ പേരിലൊക്കെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടർച്ചയായി സമസ്തയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് സുന്നി ആദർശ സംരക്ഷണ സമിതി എന്ന പേരിൽ ലീഗ് അനുകൂലികളായിട്ടുള്ള ഒരു വിഭാഗം പ്രത്യേക യോഗം ചേരുകയും ഒരു സമിതി രൂപീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതൊക്കെ ലീഗ് അനുകൂലികളും വിമതരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് സമസ്തയ്ക്കുള്ളിൽ വലിയ ആക്കം കൂട്ടുന്ന ഒരു കാര്യമായിരുന്നു. പിന്നീട് ഒരു 5-അംഗ സമിതിയെ രൂപീകരിച്ചു. പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള 5ഓളം ആളുകൾ ചേർന്നുകൊണ്ട് ഒരു സമിതി രൂപീകരിച്ച് പ്രശ്നം പരിഹരിച്ചു എന്ന് പൂർണ്ണമായും പരസ്യമായും പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉമർ ഫൈസി മുഖത്തിന്റെ നേതൃത്വത്തിൽ ഒരു 12-അംഗ സംഘം രഹസ്യയോഗം ചേർന്നിട്ടാണ് മുഷാവറ യോഗത്തിനെത്തിയത് എന്നൊരു ആരോപണം ലീഗ് അനുകൂല വിഭാഗം ഉന്നയിക്കുന്നത്. അത് നിഷേധിക്കാൻ, ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ട് 3 ദിവസങ്ങളായി, അത് നിഷേധിക്കാൻ ഇതുവരെ ഉമർ ഫൈസി മുഖം തയ്യാറായിട്ടില്ല. അതിനാൽ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി ഈ ലീഗ് അനുകൂല വിഭാഗം അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വരുന്ന മുഷാവറ യോഗത്തിൽ, അടുത്ത മാസം ചേരുന്ന മുഷാവറ യോഗത്തിൽ ഉമർ ഫൈസി മുഖത്തെ പുറത്താക്കണമെന്ന ഈ മുഷാവറ യോഗത്തിൽ തന്നെ ആവശ്യം ഉന്നയിക്കാനാണ് ബഹാവുദ്ദീൻ നദ്വി അടക്കമുള്ള മുഷാവറ അംഗങ്ങളുടെ തീരുമാനം. നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിലുള്ള രഹസ്യയോഗം ചേരുകയും അജണ്ടകൾ നിശ്ചയിക്കുകയും ലീഗ് അനുകൂല വിഭാഗവും വിരുദ്ധ വിഭാഗവും തമ്മിലുള്ള ചേരിപ്പോര് കൂടുതൽ രൂക്ഷമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഒക്കെ ഇടപെട്ട് ഒരു സമിതി രൂപീകരിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അതിന് സാധ്യമാവുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ശ്രദ്ധേയമായ കാര്യം. സമസ്ത അതിന്റെ 100-ാം വാർഷികത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിന്റെ ആഘോഷ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു പിളർപ്പിലേക്കോ എന്ന ഒരു ചോദ്യമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ദേവിക. ശരി ഗോകുൽ.